വിവാഹം എന്ന് പറയുന്നത് ആവശ്യമുള്ളവർ മാത്രം ചെയ്യേണ്ടതും വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ടതും ഈ വ്യവസായ മേഖലകളെ അകറ്റി നിർത്താൻ പറ്റുമെങ്കിൽ സ്വർണം, വസ്ത്രം, മറ്റേ അങ്ങനെ ഒരു 100 വ്യവസായങ്ങൾ ഇതിനകത്തിൽ ഇൻവോൾവ് ആണ്. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2 മനുഷ്യന്മാരുടെ ജീവിതത്തിന് വേണ്ടി എത്ര വ്യവസായങ്ങളാണ് ഇവിടെ ഉണ്ടായേ. അവർ തുടങ്ങുന്ന ഒരു ജീവിതത്തിന് സപ്പോർട്ട് കൊടുക്കാനല്ല, അതെന്ത് ചൂഷണം ചെയ്യാൻ വേണ്ടി, അവരുടെ ആ വിവാഹം എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് ചൂഷണം ചെയ്യാൻ വേണ്ടി ധാരാളം ബൈ പ്രോഡക്റ്റ് ബിസിനസ്സുകളാണ് ഇവിടെ ഉയർന്നു വന്നത്. അപ്പോൾ അവരിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന് ആലോചിച്ചുകൊണ്ട് ഈ രക്ഷിതാക്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പണം വല്ലതും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക. വീടില്ലാത്തവരാണെങ്കിൽ നല്ലൊരു വീട് വാങ്ങിച്ച് പെണ്ണിൻ്റെ വീട്ടുകാരാണ് കൊടുക്കുന്നതെങ്കിൽ പെണ്ണിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക, ചെക്കൻ്റെ വീട്ടുകാരാണ് ചെക്കൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞോ ജീവിക്കോ ആ തരത്തിൽ അവരെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്താതെ ക്യാഷൊക്കെ സേഫ് ആക്കി വെച്ച് കുട്ടികളെ അവരുടെ ഉത്തരവാദിത്തത്തിലേക്ക് വിടുക. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കൈ പിടിച്ച് കൊടുക്കല്ല, ഇങ്ങനെ വന്ന് കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്ന നിമിഷം വരെ അച്ഛനമ്മമാർ ഉത്തരവാദിത്തമല്ല. അത് കഴിഞ്ഞ പിന്നെല്ലാം എന്തൊരു ട്രാജഡിയാണെന്നറിയാമോ ഇത്?